Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്റർ ഹിന്ദി സാഹിത്യ का ഇതിഹാസ് ആദികാൽ സെ രീതികാൽ സക് എന്ന ലേണിംഗ് മെറ്റീരിയലിലെ ബ്ലോക്ക് 3യിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഭക്തികാലത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അറിയാം, ഈ യൂണിറ്റിൽ പറയുന്നത് ഭക്തി ആന്തോളൻ और ഭക്തി ആന്തോളൻ की उत्पत्ति और विकास. ഇതിൽ പറയുന്നത് ഭക്തി പ്രസ്ഥാനങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഉൽപ്പത്തിയും അതിൻ്റെ വികാസത്തെ കുറിച്ചുമാണ് ഈ യൂണിറ്റിൽ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിന്ദി സാഹിത്യ में ഭക്തി ആന്തോളൻ के मुख्य कारण को समझता है. ഹിന്ദി സാഹിത്യത്തിൽ ഭക്തി ആന്തോളനങ്ങൾ ഭക്തി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണങ്ങൾ എന്താണ് എന്ന് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഭക്തി ആന്തോളൻ സെ ഉത്പന്ന ഗുണദോഷ का विवेचन करता है. ഭക്തി ആന്തോളനം മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നു. हिंदी साहित्य के इतिहास में भक्ति आंदोलन से उत्पन्न परिवर्तन को समझता है. ഭക്തി ആന്തോളനത്തിൽ ഉണ്ടായിട്ടുള്ള ഭക്തി ആന്തോളനം മൂലം ഹിന്ദി സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നും ഇതിൽ ചർച്ച ചെയ്യുന്നു. ഹിന്ദി സാഹിത്യ के इतिहास में ഭക്തി ആന്തോളൻ की आवश्यकता को समझता है. ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിൽ ഭക്തി പ്രസ്ഥാനങ്ങളുടെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചും ഈ ലെസണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. पूर्वापेक्षा ഭക്തി का मूल स्रोत दक्षिण भारत से शुरू हुआ. ഭക്തിയുടെ മൂൽ സ്രോത് എന്ന് പറയുന്നത് ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഭക്തി ആന്തോളൻ ഹിന്ദി സാഹിത്യ के इतिहास में एक महत्वपूर्ण पड़ाव था. ഭക്തി ആന്തോളൻ എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിലെ വളരെ മഹത്വപൂർണമായ ഒരു ഘട്ടം തന്നെയാണ് ഭക്തി ആന്തോളൻ എന്ന് പറയുന്നത്. ഭക്തി ആന്തോളൻ के नेता है രാമാനന്ദ്. ഭക്തി ആന്തോളനത്തിന്റെ നേതാവ് ആരാണ്? രാമാനന്ദാണ്. ഈശ്വർ की भक्ति की ओर उन्मुख होना इस युग की प्रमुख प्रवृत्ति है. ഈശ്വരന്റെ ഭക്തിയിൽ അലിഞ്ഞു പോവുക എന്നതാണ് ഈ ഒരു ആന്തോളനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. भारतीय धर्म साधना में भक्ति की एक सुस्पष्ट एवं सुदीर्घ परंपरा शुरू हुई. ഭാരതീയ മതപരമായ പ്രവൃത്തികളിൽ ഭക്തി എന്ന് പറയുന്നത് സുസ്പഷ്ടവും സുദീർഘവുമായ ഒരു പരമ്പര തന്നെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഭക്തി ആന്തോളൻ के उन्नायक रामानंद ने राम को भगवान के रूप में प्रतिष्ठित कर उसे केंद्र बनाया. ഭക്തി ആന്തോളനത്തിന്റെ ഏറ്റവും വലിയ സുശക്തനായ നേതാവായ രാമാനന്ദ് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ രാമനെയാണ് ദൈവമായിട്ട് അംഗീകരിച്ച് ഒരു സമ്പ്രദായം രൂപീകരിച്ചു പോന്നത്. अनेक विद्वानों ने मध्य युग के भक्ति आंदोलन को वैदिक परंपरा की मूल बातों के उदय के रूप में देखने लगे हैं. उनके विद्वान ഒരുപാട് മഹത്തായ വ്യക്തികളും മധ്യയുഗത്തിലെ ഈ ഭക്തികാലത്തിലുണ്ടായിട്ടുള്ള ഭക്തി പ്രസ്ഥാനങ്ങളെ വൈദിക പരമ്പര, സംസ്കൃതത്തിലുള്ളതാണ് വൈദിക പരമ്പരയും, അങ്ങനെ ഓരോ പരമ്പര, അതിൻ്റെ മൂലമായ ഉദയത്തിന്റെ കാരണമായിട്ട് പോലും ഇതിനെ കണക്കാക്കുന്നുണ്ട്. റൂഢിവാദിക്ക് വിരോധ് ആവാസ്. റൂഢിവാദ് പരമ്പരാഗതമായി കാണപ്പെടുന്ന റൂഢിവാദത്തിനെതിരെയുള്ള വിരോധമായ അതിനെതിരെയുള്ള ഒരു ശബ്ദമായിട്ട് പോലും ഭക്തി ആന്തോളനെ കാണുന്നു. ഭക്തി ആന്തോളൻ में ജാതി ഭേദ और ധാർമ്മിക ശത്രുത. ഈ ഭക്തി പ്രസ്ഥാനങ്ങളിൽ ജാതിഭേദങ്ങളെ കാണുന്നത് ഭക്തി ആന്തോളനത്തിന് അതിനെതിരെയുള്ളൊരു ശത്രുത ഇവരിലുണ്ട്. ആത്മസമർപ്പണ की ഭാവന. ഭക്തി ആന്തോളൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആത്മസമർപ്പണമാണ്. അതായത് ഈ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. രാം की महत्ता एवं गुरु की महत्ता पर बल दिया है.
രാമനിലും ഗുരുവിലുമാണ് അവർ ഏറ്റവും മഹത്തായതായിട്ട് രാമനെയും ഗുരുവിനെയുമാണ് അവർ ഏറ്റവും മഹത്തായി കണക്കാക്കുന്നത്. ഭക്തി ആന്തോളനിക്ക് ഉൽപ്പത്തി. എങ്ങനെയാണ് ഭക്തി പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് എന്ന് നോക്കാം. मध्यकालीन भारत के सांस्कृतिक इतिहास में भक्ति आंदोलन एक महत्वपूर्ण पड़ाव था. മധ്യകാലീൻ ഭാരതമേ അദ്ദേഹം ഭക്തി കാലഘട്ടത്തിൽ സാംസ്കൃതിക ഇതിഹാസമേ അതിൻ്റെ സാംസ്കാരികമായ ചരിത്രത്തിൽ ഭക്തി ആന്തോളൻ ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു മഹത്വപൂർണമായ ഘട്ടമാണ്. इस काल में सामाजिक धार्मिक सुधारकों द्वारा समाज में विभिन्न तरह से भगवान की भक्ति का प्रचार प्रसार किया गया. इस काल में ഈ കാലഘട്ടത്തിൽ സാമൂഹികവും ധാർമ്മികവുമായ സുധാരകം എന്ന് പറഞ്ഞാൽ നേർവഴി കാണിക്കുന്ന വ്യക്തികൾ ഇതുവരെ അവർ മുഖാന്തരം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ഭഗവാൻ കി ഭക്തി പലതരത്തിലുള്ള ഭഗവാന്മാരുടെ ഭക്തിയെക്കുറിച്ചുള്ള പ്രചാരങ്ങളും നിലവിലുണ്ടായിരുന്നു. सिख धर्म के उद्भव में भक्ति आंदोलन की महत्वपूर्ण भूमिका मानी जाती है. സിഖ് ധർമ്മത്തിന്റെ ഉദയത്തോടു കൂടി ഭക്തി ആന്തോളനത്തിന്റെ മഹത്വപൂർണമായ ഒരു തുടക്കം അവിടെ കുറിക്കുകയാണ്. पूर्व मध्यकाल में जिस भक्ति द्वारा ने अपने आंदोलनात्मक सामर्थ्य से समूचे राष्ट्र की शिराओं में नया रक्त प्रवाहित किया. ഇത് കൂടാതെ പൂർവ്വ മധ്യകാലം എന്ന് പറഞ്ഞാലും ഭക്തികാലം തന്നെ. ഈ ഭക്തികാലത്തിൽ ഏതൊരു ഭക്തി മുഖാന്തരമാണോ അവരുടെ പ്രസ്ഥാനങ്ങൾ മുഖാന്തരം അവരുടെ രാഷ്ട്രത്തിലും അവരുടെ ശിരകളിൽ പോലും ഒരു ഭക്തിയുടെ പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഉസ്കെ ഉദ്ഭവ് കെ കാരണവും കെ സംബന്ധമേ വിദ്വാനോമേ മതഭേദ. ഈ ഭക്തി ആന്തോളനങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന ഉൽപ്പത്തിയെ ചൊല്ലി ഈ വളരെ പ്രസിദ്ധരായ വ്യക്തികളുടെ ഇടയിൽ പോലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. लेकिन एक बात पर सहमति है कि भक्ति की मूल धारा दक्षिण भारत में 6वीं शताब्दी में ही शुरू हुई थी. എങ്കിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് എങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. കാരണം ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ തുടക്കം ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ് എന്നും അത് 6-7 നൂറ്റാണ്ടിലാണ് എന്നതിലും ആർക്കും ഒരു തർക്കവും ഇല്ല. 14वीं शताब्दी तक आते आते इसने उत्तर भारत में अचानक आंदोलन का रूप ग्रहण कर लिया. 14ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇത് മെല്ലെ മെല്ലെ ദക്ഷിണ ഭാരതത്തിൽ നിന്നും ഉത്തര ഭാരതത്തിലേക്ക് വരികയും അവിടെ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. किंतु यह धारा दक्षिण भारत से उत्तर भारत कैसे पहुंची. പക്ഷെ ഈ ധാര എങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്നും ഉത്തര ഭാരതത്തിലേക്ക് വന്നത്? उसके आंदोलनात्मक रूप धारण करने में कौन कौन से कारण रहे. ഇതിനെ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപത്തിലേക്ക് വളരാൻ വേണ്ടി ആരൊക്കെയാണ് സഹായിച്ചത്? ഇസ് പർ വിദ്വാനോമേ പര്യാപ്ത മതഭേദ ഹെ. ഈ കാര്യത്തിലും വിദ്വാൻമാർക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. अब बहुत से विद्वानों भक्ति आंदोलन से संबंधित 19वीं शताब्दी के विचारों पर प्रश्न उड़ाने लगा है. ഇതിനെ ചൊല്ലി ഇന്നും വിദ്വാൻമാര് ഈ ആന്തോളനങ്ങളെ സംബന്ധിച്ച് 20ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. अनेक विद्वान अब मध्य युग के भक्ति आंदोलन को वैदिक परंपरा की मूल बातों का नए रूप में उदय के रूप में देखने लगे. ഒരുപാട് വിദ്വാൻമാര് ഭക്തികാലത്തിലുള്ള ഈ ആന്തോളനങ്ങളുടെ തുടക്കം വൈദ്യ പരമ്പരയിൽ നിന്ന് ആണ് എന്ന് വിശ്വസിക്കുന്നു. देश में मुसलमान शासन स्थापित होने के कारण हिंदू जनता हताशा निराशा एवं पराजित हो गई और पराजित मनोवृत्ति में ईश्वर की भक्ति की ओर उन्मुख होना स्वाभाविक था. മുസൽമാൻ ഭരണം സ്ഥാപിതമായതോടുകൂടി ഹിന്ദു ജനതയ്ക്ക് നിരാശയും സങ്കടങ്ങളുമാണ് ബാക്കിയായത്. അവരൊരു പരാജയപ്പെട്ട ജനസമൂഹമായിട്ട് അവർ ചിന്തിച്ചു. പരാജിത മനോവൃത്തിയുമേ അവർ ഈ പരാജിതമായ മനോവൃത്തിയിൽ നിന്നും അവരിൽ ഈശ്വർക്ക് ഭക്തിക്ക് ഓർ ഉന്മുഖ ഹോനെ സ്വാഭാവികത അവർ സ്വാഭാവികമായും ഈശ്വരനിലേക്ക് അടുക്കുകയാണ് ചെയ്തത്. ഈ ആദ്യകാലം അവസാനിക്കുകയും ഹിന്ദു രാജാക്കന്മാരുടെ പതനവും മുസ്ലിം മുഗൾ രാജാക്കന്മാരുടെ വളർച്ചയുമായതോടുകൂടി സാധാരണ ഹിന്ദു ജനങ്ങളുടെ നിരാശയുടെ ഭാവം വരികയും ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഈശ്വരിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്തു. हिंदू जनता ने भक्ति भावना के माध्यम से अपनी आध्यात्मिक श्रेष्ठता दिखाकर पराजित मनोवृत्ति का शासन किया.
ഹിന്ദു ജനത ഭക്തിഭാവന के माध्यम से ഹിന്ദു ജനതകൾ ഭക്തിഭാവനയുടെ മാധ്യമത്തിലൂടെ अपनी ആധ്യാത്മിക ശ്രേഷ്ഠത ദിക്കാക്കർ പരാജിത് മനോവൃത്തി का शमन किया. അവർ ഈ ഭക്തിഭാവനയിലൂടെയാണ് അവരുടെ പരാജിതമായ ആ ഒരു മനസ്സിനെ ബലപ്പെടുത്തിയെടുത്തത്. तत्कालीन धार्मिक परिस्थितियों ने भी ഭക്തി के प्रसार में महत्वपूर्ण योगदान किया. ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മതപരമായ പരിതസ്ഥിതികൾ പോലും ഈ ഭക്തി പ്രചാരണത്തിന് വേണ്ടിയിട്ട് മഹത്വപൂർണമായ ഒരു യോഗദാനം നൽകിയിട്ടുണ്ട്. നാഥ് സിദ്ധ് യോഗി अपनी रहस्यदर्शी വാണിമേ ജനതാക്ക് ഉപദേശ് ദേ രഹേ ദേ. ഈ നാഥന്മാരും സിദ്ധന്മാരും ജൈനന്മാരും എല്ലാവരും അവരുടെ രഹസ്യദർശി ശുഷ്കവാണിമേ, അവരുടെ രഹസ്യ സ്വഭാവമുള്ള അവരുടെ ഈ വാണികളിൽ ശബ്ദങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും എന്ത് ചെയ്തു? പ്രാകൃത ഭാവം സെ ഉനക്കോ ജനതാക്കോ ഉപദേശങ്ങളിലൂടെ ഈ ഭക്തി ആന്തോളന ഭക്തിയിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഭക്തി പ്രേം ആദി ഹൃദയ के പ്രാകൃത ഭാവവും से उनका कोई सामंजस्य न था. അവരിൽ ഭക്തി പ്രേമം തുടങ്ങിയ ഹൃദയപരമായ പക്ഷെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭക്തി പ്രേമം എന്നൊക്കെ ഒരു പ്രാകൃത രൂപമാണ് അവരിൽ ഉണ്ടായിരുന്നത്. ഭക്തി ഭാവന से ഓതപ്രോത സാഹിത്യനെ ഇസ് അഭാവയ്ക്ക് പൂർത്തിക്ക്. ഈ ഭക്തിഭാവനയാണ് അവരിൽ നല്ല ഒരു ചിന്തകളും ഭാവനകളും ഉണർത്തിയത്. ഭക്തി കാ മൂൽ സ്രോത ദക്ഷിണ ഭാരതമേം ഥാ. ഭക്തിയുടെ മൂല സ്രോതസ് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. जहाँ 7वीं सदी में आलवार भक्तों ने जो भक्ति भावना प्रारंभ की उसे उत्तर भारत में फैलाने के लिए अनुकूल परिस्थितियां प्राप्त हुई. 7ാം നൂറ്റാണ്ടിൽ ദക്ഷിണ ഭാരതത്തിൽ ഉടലെടുത്ത ആൾവാർ ഭക്തന്മാരുടെ ഭാവന ആരംഭമേ ദക്ഷിണ ഭാരതത്തിൽ ഒതുങ്ങി നിൽക്കുകയും പിന്നീട് അത് ഉത്തര ഭാരതത്തിലേക്ക് പരക്കാൻ തുടങ്ങുകയും അവിടെ അതിന് അനുകൂലമായ പരിതസ്ഥിതികൾ അതിന് ലഭിക്കുകയും ചെയ്തു. आचार्य हजारी प्रसाद द्विवेदी ने शुक्ल जी के मत से असहमति व्यक्त करते हुए कहा कि भक्ति भावना पराजित मनोवृत्ति की उपज नहीं है. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ശുക്ലജിയുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചില്ല. അദ്ദേഹം വ്യക്തമാക്കി ഭക്തി ഭാവന പരാജിത മനോവൃത്തിക്ക് ഉപജനക. അദ്ദേഹം പറഞ്ഞു അത് പരാജിതമായ മനോവൃത്തിയിൽ നിന്നുണ്ടായതല്ല. ഇസ്ലാം കെ ബലാത് പ്രചാർ കെ പരിണാമ സ്വരൂപോൽപ്പന. ഇത് ഇസ്ലാം മതത്തിന്റെ ബലവത്തായ പ്രചരണത്തിന്റെ പരിണാത്മപരമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ഈ ശുക്ലജി പറഞ്ഞതിനെ എപ്പോഴും എതിർക്കുന്ന ഒരാളാണ് ഹസാരി പ്രസാദ് ജി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. ഉൻകാ തർക്ക് യഹി ഹൈ കി ഹിന്ദു സദാ से आशावादी जारी रही है तथा किसी भी कवि के काव्य में निराशा का पुड़ नहीं है. അദ്ദേഹം വീണ്ടും തർക്കസ്വരത്തിൽ എന്ത് പറഞ്ഞു? ഹിന്ദു മതവിശ്വാസികൾ എപ്പോഴും ആശാവാദികളാണ്, നിരാശാവാദികളല്ല. അവരുടെ ഒരു ഗ്രന്ഥങ്ങളിൽ പോലും ഹിന്ദു മതവിശ്വാസികളുടെ നിരാശ ഒരു ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നില്ല. जॉर्ज ग्रियर्सन भक्ति आंदोलन का उदय ईसाई धर्म के अभाव से मानते थे. ജോർജ് ഗ്രിയർസൺ എന്താണ് കരുതിയത്? ഈ ഭക്തി ആന്തോളനത്തിന്റെ തുടക്കം ക്രിസ്തു മതത്തിന്റെ മതപ്രചരണത്തിന്റെ പ്രഭാവത്തിലൂടെ ഉണ്ടായതാണെന്ന് ജോർജ് ഗ്രിയർസൺ കരുതുന്നു. उसका मत है कि रामानुजनाचार्य को भावावेश एवं प्रेमोल्लास के धर्म का संदेश ईसाइयों से मिला. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: രാമാനുജനാചാര്യന്റെ ഭാവാവേശം ഏവം പ്രേമോല്ലാസ, അദ്ദേഹത്തിൽ കാണുന്ന ഈ ഭാവാവേശവും പ്രേമോല്ലാസവും എന്നിവയൊക്കെ ഈ ഈസായി ധർമ്മത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതം. ഭാരതീയ ധർമ്മ സാധന में भक्ति की एक सुस्पष्ट एवं सुदीर्घ परंपര रही है. ഭാരതീയ മതത്തിലെ ഭക്തിക്ക് സുസ്പഷ്ടവും സുദീർഘവുമായിട്ടുള്ള ഒരു പരമ്പര തന്നെ ഉണ്ട്. रामानुजनाचार्य, रामानंद, निम्बार्काचार्य, वल्लभाचार्य जैसे विद्वानों ने अपने सिद्धांतों की स्थापना के द्वारा भक्ति भाव एवं अवतारवाद को दृढ़तर आयामों पर स्थापित किया. ഈ ഭക്തി ആന്തോളനത്തിലുള്ള ചില നേതാക്കന്മാരുടെ പേരുകളാണ് ഇതൊക്കെ. രാമാനുജനാചാര്യ, രാമാനന്ദ്, നിംബാർക്കാചാര്യ, വല്ലഭാചാര്യ,
जैसे विद्वानों ने अपने सिद्धांतों की स्थापना की, അവരുടെ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുക വഴി ഭക്തിഭാവ് ഏവം അവതാർവാദക്കോ ദൃഢതർ ആയാസവും സ്ഥാപിക്കുക. അവർ ഭക്തിഭാവത്തെയും അവതാർവാദത്തെയും സുദൃഢമായി സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ അവതാർവാദം എന്ന് പറയുമ്പോൾ രാമനെ പൂജിക്കുന്നവരുണ്ട്, കൃഷ്ണൻ, അതൊക്കെ വിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങളാണ്. അതിനെയാണ് അവതാർവാദ എന്ന് പറയുന്നത്. ജിസേ സൂർ കബീർ മീര തുളസീനെ കാവ്യരൂപ പ്രദാൻ കിയ. ഇവരിലുള്ള ഈ സിദ്ധാന്തങ്ങളും ഈ അവതാര രൂപങ്ങളും എല്ലാം കൂടെ അവതാരവാദങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഭക്തി സമ്പ്രദായം, ഈ ഭക്തി പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സൂര്, കബീർ, മീര, തുളസി എന്നിവരൊക്കെ അത് കാവ്യരൂപത്തിലാണ് പ്രദാനം ചെയ്തത്. ഈ ഭക്തി ആന്തോളനത്തിന്റെ പ്രഭാവം വഴി ഇവരിൽ എന്തുണ്ടായി? നല്ല നല്ല കൃതികളാണ്. ഇവരുടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവരുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് അതിമനോഹരമായ രചനകൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇത് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു ഗുണമാണ്. ഈ ഗുണവും ദോഷവും ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്ന ഒരു ഗുണമാണ് അത്. भक्ति आंदोलन में जाति भेद और धार्मिक शत्रुता तथा രീതി റിവാസം का विरोध. ഭക്തി ആന്തോളനത്തിൽ ഭക്തി പ്രസ്ഥാനങ്ങളിലെ ജാതി വ്യവസ്ഥയ്ക്കും ധാർമ്മിക ശത്രുത തഥാ മതപരമായിട്ടുള്ള ശത്രുത തഥാ രീതി റിവാസം, ഇന്ന രീതിയിലെ പ്രവർത്തിക്കാവൂ എന്ന രീതി റിവാസനൊക്കെ വിരോധമായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ. धार्मिक परिस्थितियों से भक्ति के प्रचार से महत्वपूर्ण योगदान है. ഈ മതപരമായ പരിസ്ഥിതികൾ കൂടി ഭക്തി വളരാൻ വേണ്ടി ഈ മതപരമായ പരിസ്ഥിതികളെല്ലാം ഭക്തി പ്രസ്ഥാനങ്ങൾ വളരുന്നതിന് മഹത്വപൂർണമായ സ്ഥാനമാണ് നൽകിയത്. ഇനി അതിന്റെ അവലോകനാണ്. ഭക്തി ഭഗവാൻ കെ പ്രതി മാനവ് കി പ്രേം ഭാവന കാ പ്രവാഹ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ ഒഴുക്കിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. സമാനത കാ സമർത്ഥൻ കർണ ഭക്തി ആന്തോളൻ കാ ലക്ഷ്യത. മനുഷ്യന്റെ സമത്വമാണ് ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് നോക്കാൻ. ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന ഭക്തി ആന്തോളനം, ഭക്തി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നും പ്രധാനപ്പെട്ട ഭക്തി ആന്തോളനത്തിലെ ആളുകൾ ആരെല്ലാമാണ് എന്നുമാണ്. ഇതിലെ ഉത്പത്തിയും വികാസവും മാത്രമേ നമുക്കിതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട पूर्वावृत्ति नोका നമുക്ക് भक्ति आंदोलन का आरंभ दक्षिण भारत में आलवार एवं नायनारों से हुआ जो कालांतर में उत्तर भारत सहित संपूर्ण दक्षिण एशिया में फैला गया. ഈ ഭക്തി ആന്തോളനത്തിന്റെ ആരംഭം ദക്ഷിണ ഭാരതത്തിൽ ആൾവാർ ഭക്തന്മാർ ഏവം നായനാർ, നമ്മൾ നായനാർ എന്ന് പറയില്ല, അതുപോലെ തന്നെ ഹുവ ജോ നായർ എന്ന് പറയില്ലേ, സെയിം തന്നെ. ഹുവ ജോ കാലാന്തരമേ പിന്നീട് അത് ഉത്തര ഭാരതത്തിലേക്ക് പടരുകയും സമ്പൂർണ്ണ ഉത്തര ദക്ഷിണ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുകയും ചെയ്തു. ഇത് 800 വർഷത്തിൽ നിന്നും 1700 വർഷം വരെയുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. പെട്ടെന്ന് അങ്ങോട്ട് ദക്ഷിണ ഭാരതം ഉത്തര ഭാരതത്തേക്ക് എത്തിയതല്ല. ദക്ഷിണ ഭാരതത്തിൽ 6-7 നൂറ്റാണ്ടിലൊക്കെ തുടങ്ങി പിന്നീട് അത് 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഉത്തര ദക്ഷിണ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുകയുമാണ് ചെയ്തത്. हिंदू क्रांतिकारी अभियान के नेता शंकराचार्य थे जो एक महान विचारक और जाने माने दार्शनिक रहे. ഈ ഹിന്ദു വിപ്ലവകാരികളിലെ ഒരു നമുക്ക് പറയത്തക്ക നേതാവാണ് ശങ്കരാചാര്യർ. ആ മഹാനായ വ്യക്തി, അദ്ദേഹത്തിന്റെ വിചാരങ്ങളും സിദ്ധാന്തങ്ങളും വളരെ മഹത്വപൂർണ്ണമാണ്. ഇസ് അഭിയാൻ को चैतन्य महाप्रभु, नामदेव, तुकाराम, ജയദേവിനെ और अधिक മുഖർത്ത പ്രദാൻ की. അദ്ദേഹത്തിന് ശേഷം വന്ന ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വളരാൻ വേണ്ടി സഹായങ്ങൾ നൽകി. ഇസ് അഭിയാൻ की प्रमुख उपलब्धि मूर्ति पूजा को समाप्त करना रहा. ഇവര് ഇസ് അഭിയാൻ की प्रमुख उपलब्धि മൂർത്തി പൂജ को, ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് മൂർത്തി പൂജകളെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. भक्ति आंदोलन के नेता रामानंद ने राम को भगवान के रूप में लेकर इसे केंद्रित किया. ഭക്തി ആന്തോളനത്തിലെ മറ്റൊരു നേതാവായ രാമാനന്ദൻ ഭഗവാൻ രാമനിലാണ് കേന്ദ്ര ബിന്ദു, അതായത് അവരുടെ അവതാരമായിട്ട് കണക്കാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഉൻകെ ബാരേമേ ബഹുത് കം ജാൻകാരി, ഇതിനെപ്പറ്റി വളരെ കുറവുള്ള ഒരു അറിവാണ് നമുക്കുള്ള ഇദ്ദേഹത്തെ പറ്റി. പരന്തു ഐസാ മാനാ ജാനാ കി 15वीं सदी में
അദ്ദേഹം 15-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. രാമാനന്ദനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. उन्होंने सिखाया कि भगवान राम सर्वोच्च भगवान है और केवल उनके प्रति प्रेम और समर्पण के माध्यम से तथा उनके पवित्र नाम को बार बार उच्चरित करने से ही मुक्ति पाई जाती है. അദ്ദേഹം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഭഗവാൻ രാമൻ ആണ് ഭഗവാന്മാരിൽ ഏറ്റവും ഉത്തമൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രേമവും സമർപ്പണവും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പവിത്രമായ നാമം നമ്മൾ വീണ്ടും വീണ്ടും ഉരുവിട്ടാൽ തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ के प्रति प्रेम भाव रखने का प्रबल समर्थक. ഈ ചൈതന്യ മഹാപ്രഭു ദൈവത്തോടുള്ള പ്രേമഭാവം വയ്ക്കുന്ന സമർത്ഥകനായ ഒരു പ്രവർത്തകനായിരുന്നു. ഭക്തിയോഗ പ്രവർത്തകർ, അദ്ദേഹം ഒരു ഭക്തിയോഗത്തിന്റെ പ്രവർത്തകനായിരുന്നു. ചൈതന്യനെ ഈശ്വർ की ആരാധന ശ്രീകൃഷ്ണ के रूप में की. അദ്ദേഹം ആരാധിച്ചിരുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. ശ്രീ രാമാനുജനാചാര്യ ഭാരതീയ ദർശനശാസ്ത്രി, ഒരു ഭാരതീയ ദർശനശാസ്ത്രി കൂടിയാണ് ആര്? ശ്രീ രാമാനുജനാചാര്യ. उन्होंने सार्वधिक महत्वपूर्ण वैष्णव संत के रूप में मान्यता दी गई थी. അദ്ദേഹം മഹത്വപൂർണമായ ഒരു വൈഷ്ണവ സന്യാസിയായിരുന്നു. रामानंद ने उत्तर भारत में जो किया वही रामानुज ने दक्षिण भारत में. രാമാനന്ദ് എന്താണോ ഉത്തര ഭാരതത്തിൽ ചെയ്തത് അത് തന്നെയാണ് രാമാനുജനും ദക്ഷിണ ഭാരതത്തിലും ചെയ്തത്. उन्होंने रूढ़िवादी कुविचार की बढ़ती औपचारिकता के विरुद्ध आवाज उठाया. അദ്ദേഹം അവർ രണ്ടുപേരും रूढ़िवादिക്കെതിരെ ശബ്ദമുയർത്തി. समर्पण की नींव पर आधारित वैष्णव विचारधारा के लिए समुदाय की स्थापना. രണ്ടുപേരും വൈഷ്ണവ സമ്പ്രദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സമ്പ്രദായങ്ങൾ സ്ഥാപിച്ചു. उनका सार्वधिक योगदान जाति के भेदभाव को समाप्त करना. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. 12वीं और 13वीं शताब्दी में भक्ति आंदोलन के अनुयायियों में संत शिरोमणि रविदास, नामदेव और संत कबीरदास शामिल है. 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും ഭക്തി ആന്തോളനത്തിന് അനുയായികളിൽ ഏറ്റവും പ്രഗത്ഭരാണ് സന്ത് രവിദാസ് എന്ന റഹീമ, नामदेव और संत कबीरदास തുടങ്ങിയവർ. जिन्होंने अपनी रचनाओं के माध्यम से भगवान की स्तुति से भक्ति गीतों पर दल दिया. അവർ അവരുടെ രചനകളിലൂടെയാണ് അവരുടെ ഭക്തി പ്രസ്ഥാനങ്ങളെ വളർത്തിയത്. प्रथम सिख गुरु और सिख धर्म के प्रवर्तक गुरु नानक जी भी संत और समाज सुधारक थे. പ്രഗത്ഭനായ സിഖ് മത സന്യാസിയായ ഗുരുനാനാക്കും അദ്ദേഹത്തിന് അനുയായികളും സമാജ സുധാരകന്മാരായിരുന്നു. उन्होंने सभी प्रकार की जाति भेद और धार्मिक शत्रुता तथा रीति रिवाजों का विरोध किया. ഇവരും ഇതേപോലെ എല്ലാവിധ ജാതി ഭേദങ്ങൾക്കും മതപരമായ ശത്രുതകൾക്കും എല്ലാം എതിരായിരുന്നു. उन्होंने ईश्वर का एक रूप माना तथा हिंदू और मुसलमान धर्म की औपचारिकताओं तथा रीति रिवाजों की आलोचना की. അവരും ഈശ്വരന് ഒരേ ഒരു രൂപമുള്ളൂ, ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുകയും ഹിന്ദു മുസ്ലിം സമത്വവുമാണ് അവരും ആഗ്രഹിച്ചിരുന്നത്. ഗുരുനാനക സിദ്ധാന്ത് സഭി ലോകം കേളിയത്. ഗുരുനാനക്കിന്റെ സിദ്ധാന്തങ്ങൾ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ഉള്ളതായിരുന്നു. ഉൻഹോനെ ഹർ പ്രകാർ കി സമാനത കാ സമർത്ഥൻ കിയ. അദ്ദേഹം പലതരത്തിലുള്ള ഈ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. ഇതിന്റെ അസൈൻമെന്റ് ടോപ്പിക് നോക്കാം. ഭക്തി ആന്തോളൻ और उनके ഉന്നതാക പ്രവചാരി. ഭക്തി പ്രസ്ഥാനങ്ങളും അതിന്റെ നേതാക്കളെയും കുറിച്ച് എഴുതാനാണ് ഒരു ടോപ്പിക്ക്. പിന്നെ ഹിന്ദി സാഹിത്യക ഭക്തികാലി രചനാവും ഭക്തി ആന്തോളനിക്ക് ദേഹേ. ഹിന്ദി സാഹിത്യത്തിലുള്ള ഭക്തികാലം എന്ന് പറയുന്നത് അതിലെ രചനകളെല്ലാം ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ ദേനാണ് എന്നാണ്, സംഭാവനകളാണ് എന്ന് പറയുന്നു. നമ്മുടെ ഭാഷയിൽ സ്പഷ്ടമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ആ ഒരു ഓർഡർ പറഞ്ഞാൽ മതി. അത് 6ാം 7ാം നൂറ്റാണ്ട് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് തുടങ്ങി എന്നുള്ള ആ ഒരു ഓർഡറിൽ തന്നെ നമ്മുടെ മൈൻഡിൽ അത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലെസണാണ്. അപ്പോൾ നന്നായി വായിക്കുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.